മെഷീൻസ് ഉണ്ടാക്കാൻ ഇപ്പൊ റോബോട്ട് അവർ യൂസ് ചെയ്ത് തുടങ്ങി. ഇതിലുള്ള റോബോട്ടിക് സയൻസ് എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ പിന്നെ മദ്യം കണ്ടുപിടിച്ചത് ഏത് നാറിയാണ്. എന്താ ഹാങ് ഓവറാ? അതേടാ, ഒരു രക്ഷയില്ല. ഉറപ്പായിട്ട് ഇന്നത്തോടെ ഞാൻ വെള്ളോടി നിർത്തി. ഹാങ് ഓവർ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാരും പറയുന്ന കഥ തന്നെയാ ഇത്. അല്ല, നിങ്ങൾക്ക് എന്ത് പറ്റി? പതിവില്ലാതെ കോളേജിലേക്ക് വന്നു? ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടാ. എന്ത് പ്രോബ്ലം? ഞങ്ങൾ വെറുതെ സസ്പെൻഡ് ചെയ്ത് കേട്ടാ. പേരൻസിനെ കൂട്ടി വരണമെന്നാ പറയുന്നത്. ചേട്ടനൊന്ന് സംസാരിക്കും പ്ലീസ്. പ്ലീസ് ഒന്ന് ആയിട്ടാ. ശരി, നിങ്ങൾ നടക്ക്. നമസ്കാരമുണ്ട് കൃഷ്ണമൂർത്തി സാറേ. എന്താ കാര്യം? എന്റെ പിള്ളേരെ സസ്പെൻഡ് ചെയ്തു പറഞ്ഞു. ചെയ്തു, അതിനിപ്പോ എന്താ? സ്റ്റുഡൻസ് ആവുമ്പോൾ തെറ്റുകളൊക്കെ പറ്റുന്ന വരും സാറേ. അതിന് നിങ്ങളെ പോലുള്ളവരൊക്കെ ഇരുത്തി സംസാരിക്കണം, അല്ലാതെ എല്ലാ കാര്യത്തിനും പാരന്റ്സിനെ വിളിച്ച് പറയാൻ നിൽക്കുന്നതിനാ. ഇതൊക്കെ പറയാൻ നീ വന്നതിനാ? അവരുടെ പാരന്റ്സ് വരട്ടെ, എന്നിട്ട് സംസാരിക്കാം. പാരന്റ്സ് ഒന്നും വരാൻ പോകുന്നില്ല. എന്റെ പേരെന്താന്ന് പറയും? രാജേഷ് എന്നോ? ഞാനാണ് രാജേഷിന്റെ ചേട്ടൻ. സാറ് പറഞ്ഞു. അവനെന്താ ചെയ്തതെന്ന് നിനക്കറിയോ? അവർ കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ ഇത് ഇവിടെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഞാൻ സാറിനെ ഗവനിക്കേണ്ടി വരും. ബാക്കിയൊക്കെ സാറിന്റെ ഇഷ്ടം. കഷ്ടമാണല്ലോ. ശരി, പോക്കോ. വെരി ഗുഡ്, താങ്ക് യു. നിങ്ങൾ എന്തിനാ സാർ അവരെ ഇപ്പൊ വെറുതെ വിട്ടത്? എല്ലാം കേട്ടില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? ഇവന്മാരോട് കൊമ്പ് കോർത്താലേ എന്റെ പണി നടക്കില്ല. അപ്പൊ എന്റെ കംപ്ലൈന്റ് ലെറ്റർ? ഫ്രഷറിന്റെ അടുത്ത് എന്താണ് പരിപാടി? ഇവനെന്താ പറഞ്ഞേ? റെക്കോർഡ് എഴുതി കൊടുക്കാൻ പറഞ്ഞു സാർ. എടാ, നിനക്ക് റെക്കോർഡ് എഴുതണമെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ ഇരുന്ന് സ്വന്തമായിട്ട് എഴുതിക്കോണം. ബാക്കിയുള്ള പിള്ളേരെ ബുദ്ധിമുട്ടിക്കാൻ എന്തിനാടാ? നീയൊക്കെ കാരണം കോളേജിന്റെ ഉള്ള അഭിമാനം പോവും. ഇവൻ കാരണം കോളേജിന്റെ അഭിമാനം പോകുന്നുണ്ടെങ്കിൽ ഇവനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്റെ സപ്പോർട്ടുള്ള ആളുടെ ദേഹത്ത് നീ കൈവയ്ക്കോടെ. എടാ, നിന്റെ പ്രോബ്ലം എന്താടാ? നിനക്ക് ഈ കോളേജ് ഫെസ്റ്റ് നടത്തണം, അതല്ലേ വേണ്ടേ? വാ വാ വാ, നടക്ക്. ഈ ഫെസ്റ്റ് ഞാൻ നടത്തണമെന്നുള്ളത് നിന്റെ ആഗ്രഹം. പക്ഷെ ഈ ഫെസ്റ്റ് നടക്കാനേ പാടില്ലെന്നുള്ളത് എന്റെ ആഗ്രഹം. എന്തുകൊണ്ട്? എന്താന്നോ? ഇതെന്റെ വീക്ക്നെസ്. ഇടവും വേണോന്ന് വെച്ച് പണി തന്നോണ്ടിരിക്കുക. നീ വെറുതെ അവനോട് തട്ടിക്കറ നിന്ന ഫെസ്റ്റ് ക്യാൻസൽ ആവും. പറഞ്ഞേക്ക് വാ. വാടാ സുഷ്മ, വാടി. താങ്ക്സ് ചേട്ടാ. ആ യുവ വെറുതെ നമ്മുടെ മെക്കിട്ട് കയറുക. അവൻ വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി തല്ലുണ്ടാക്കാൻ നോക്കുക. എടാ, നീ ഒരു തവണ പ്രിൻസിപ്പൽ സാറിനോട് അവനെ കുറിച്ച് സംസാരിച്ചു നോക്ക്. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് മനസ്സിലാവുമല്ലോ. കോളേജിനകത്ത് തന്നെ അവൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇനി വെളിയിലേക്ക് ഇറങ്ങിയ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്തോ. കരീംബായി നിങ്ങൾക്ക് വേണ്ട വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ എന്നെ തല്ലൊതുക്കാനായിട്ട് എന്റെ ഏരിയയിലേക്ക് വന്നത് 10 ഗുസ്തിക്കാരായിരുന്നു. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക്. പക്ഷെ ഞാൻ പേടിച്ചില്ല. ആ വന്നവന്മാരെയൊക്കെ ഓരോരുത്തരായിട്ട് ഞാൻ തല്ലി വീണ്ടും തല്ലി വീണ്ടും തല്ലി. മുഴുവൻ ആൾക്കാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്റെ അമ്മേ, ഇതെന്താ ചെട്ടിഭാഗം മാർക്കറ്റിലേക്ക് കയറി പോണ പോലെ ഉണ്ടല്ലോ. അവര് വന്നോ? അയ്യേ, എന്റെ അമ്മേ, ഇത്രയും ബിയർ കുടിച്ച അയാള് അയാളുടെ വയറ്റിലെന്തോ വല്ല കരിങ്കിൽ കോറിയാ. ഒന്നും മിണ്ടാതെ നടക്കുന്നേ. ബൈ യുവ. നമസ്കാരം ബൈ. എഴുന്നേറ്റ് പോടോ. വെറുതെ എന്നെ അപമാനിക്കരുത്. പോവാനാ പറഞ്ഞേ. 12 ബിയർ കുടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ കാല് പിടിക്കുക. ഒന്ന് എഴുന്നേറ്റ് പോടേ. എടാ ചോട്ടു, ഒരു സ്ട്രോങ് ബിയർ കൂടെ എടുത്തിട്ട് വന്നേ.
നിങ്ങൾക്ക് ആ, സ്ട്രോങ് ആ, ബീർ strong beer. നാണം കെടുത്ത. വന്നൊരു നാണമില്ലാതെ Strong സ്ട്രോങ് ഇല്ലെങ്കിൽ ബീർ പിന്നെ- ചോദിച്ചു കണ്ടില്ലേ? ആ ഭയ്യ എന്തിനാ വിളിപ്പിച്ചേ? നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നീ എന്റെ കൂടെ ചേർന്ന കുറെ ഗുണങ്ങളുണ്ട്. ഞാനൊരു കാര്യം ഏൽപ്പിക്കാം, അത് ചെയ്യാൻ പറ്റുമോ? എന്താ അത്? കൊക്കെയിൻ. സിറ്റിയിൽ ഒരുവിധം കോളേജുകളിലൊക്കെ ഇത് സുലഭമായിട്ട് കിട്ടും. ഇനി നിങ്ങളുടെ കോളേജിൽ കൂടി ഇതിന്റെ ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ സമ്പാദിക്കാം. എന്തു പറയുന്നു? എന്നെ കുറിച്ച് എന്തൊക്കെ അറിഞ്ഞു എന്നല്ല പറഞ്ഞേ, പക്ഷെ എല്ലാം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ക്ലാരിറ്റി തരാം. എനിക്ക് ആ കോളേജ് ഇഷ്ടമല്ല. കോളേജിനോടേ ദേഷ്യമുള്ളൂ. അവിടുത്തെ സ്റ്റുഡൻസിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡ്രഗ്സ് വിൽക്കുന്നത്, ബെറ്റിംഗ് നടത്തുന്നത്, ഗാംബ്ലിംഗ് നടത്തുന്നത്, ഈ വക കാര്യങ്ങളായിട്ട് വന്നേക്കരുത്. നോ 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 ഡോണ്ട് ഗെറ്റ് നെർവസ്. കോൺഫിഡന്റ് ആയിട്ട് നടക്കണം. ഓക്കെ, യു ഷുഡ് ക്യാരി യുവർ ഓൺ ആറ്റിറ്റ്യൂഡ്. ഗോ ഗോ. ഏയ്, നീ ഇങ്ങനെ നോക്കി നിന്ന അത് അവർക്കൊട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. ക്യാൻ യു പ്ലീസ് ഗോ അവേ? പിന്നെ ഇത് ഞാൻ പഠിക്കുന്ന കോളേജാ. പിന്നെ ഞാനിവിടുന്ന് പോകേണ്ട കാര്യം എന്താ? എനിക്ക് കാണണം. അത് നീ സ്റ്റേജിൽ കണ്ടാ മതി, ഇവിടെ വേണ്ട. അതെന്റെ സൗകര്യം. ഞാൻ എപ്പോ വേണമെങ്കിലും കാണും, എവിടെ വേണമെങ്കിലും നോക്കും. യു ആർ ക്രോസിംഗ് യുവർ ലിമിറ്റ്. വെയിറ്റ്, ഞാൻ രേവന്തിനൊന്ന് വിളിക്കട്ടെ. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. വിളിക്ക്. എന്താ ഇവിടുന്ന പരിപാടി? രണ്ടടിക്കാം, മദ്യം റെഡി. മദ്യോ? ചേട്ടാ, ഇതിപ്പോ റമ്മാണോ ബ്രാൻഡി ആണോ അതോ വേറെ സാധനമാണോ? ഏതോ ഒരു സാധനം കിട്ടുന്ന അടിച്ചിട്ട് പോകാൻ നോക്ക്. ഓ, എങ്ങോട്ടാ? വെള്ളമടിക്കാനോ? ഇന്നലെ വെയിലുണ്ടല്ലോ, അപ്പൊ ചെടി നനയ്ക്കാന്ന് ഒന്ന് വിചാരിച്ചു. പോയടാ. എപ്പോഴും ഇവരുടെയൊക്കെ കൂടെ കൂടിയിട്ട് വെള്ളമടി, സിഗരറ്റ് വലിയും. നീയൊക്കെ കൂടിയാടാ ഇവന് ചീത്തയാക്കി കൊണ്ടിരുന്നേ. ഞങ്ങളല്ലേ, ഞങ്ങൾക്ക് ഇതുവരെ കള്ളുപടിയിലെ ഡിഗ്രി പോലും കിട്ടിയിട്ടില്ല. പക്ഷെ ചേട്ടൻ എപ്പോഴേ ഡോക്ടറേറ്റ് എടുത്തു. മുഖസ്തുതി എനിക്ക് ഇഷ്ടമല്ല. നോക്ക്, വെള്ളം ഒടിച്ച് മുഖമൊക്കെ നീര് വെച്ചിരിക്കും. എന്റെയോ? ശരിക്കും ഒരു കുഴപ്പമില്ല. താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താൽ ശരിയായിക്കോളും. ഒന്നുകൂടി തുടുത്തു. വെറുതെ സംസാരിച്ച സമയങ്ങളെ എന്തിനാ? നടക്ക്, നല്ല നല്ല ഈവൻസ് നടക്കുന്നുണ്ട്. ഏയ് ചേച്ചി, എവിടേക്ക്? വരാൻ. പോലെ. ഇല്ല, ഏയ് ഞാൻ- ചേട്ടാ, വിട്, ചേട്ടാ, ഞാൻ എവിടെ പോട്ടെ. പോവാ? ചേട്ടാ നിക്കാൻ. എടാ, നീ അവരുടെ അടുത്ത് പോ. വെറുതെ ഇന്ന് ഞാൻ പറയാം, ഞാൻ പറയാം. പഠിപ്പിച്ചിട്ട് പോവാ വിട്ടോ, അല്ലേ? വിട്ടോ. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഇവന്റിന്റെ പേര് JM ജാം. ജസ്റ്റ് എ മിനിറ്റ്. ഞാനൊരു ടോപ്പിക് തരും. പാർട്ടിസിപ്പൻസ് എല്ലാരും അതേപറ്റി ഒരു മിനിറ്റ് നിർത്താതെ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുന്നതിൽ വളരെ നീ എന്റെ കൈയൊന്ന് കോൺഫിഡന്റ് വിട്. ആയിട്ട് സംസാരിക്കുന്ന ആൾക്കായിരിക്കും നമ്മൾ മുൻഗണന നൽകുക. എനിക്കൊരു ഒരു പണിയുണ്ട്. മിനിറ്റ് ആണ് വരാനല്ലേ സംസാരിക്കേണ്ടത്. മാറ്. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് രാഹുൽ ഫ്രം ട്രിപ്പിൾ എ. നീ എന്തിനാ എന്നെ പിടിച്ചു പറിച്ചു കൊണ്ടുവന്ന് നിനക്കിപ്പോ എന്താ പ്രശ്നം? മിണ്ടാതിരുന്ന് നോക്ക്. എന്തിനാ ഇവന് ഇവിടെ വന്നിരിക്കുന്ന? ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ ഹേമന്ത്. നീ നോക്ക്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടെക്നോളജിയെ കുറിച്ചാണ്. എന്ത് ഇന്ന് നമ്മുടെ കാര്യം? ലൈഫ് മുഴുവൻ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ വിട്ട് ഓരോരോ ഇതിന്റെ ടെക്നോളജിയിലൂടെ കാര്യം ആണെന്ന് പറയാം. അതിലൊന്നാണ് ഇപ്പോ റോബോട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോ റോബോട്ടിക് എന്തോന്നാണ്? ടെക്നോളജീസ് വളർത്തുന്നതിൽ ഒരുപാട് റിസർച്ചേഴ്സ് നടക്കുന്നുണ്ട്. അത് നമ്മുടെ പെട്രോളിയം, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ എല്ലാ മേഖലയിലും സഹായകരമാകും. ഇപ്പൊ കാണിച്ചുതരാം. എടി വേണ്ടടി. സോ നമ്മുടെ നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് യുവ ഫ്രം ഫൈനൽ ഇയർ മെക്കാനിക്കൽ. യുവ യുവ ഏ? നിന്നെയാടാ. എന്നെ ഒന്നല്ലായിരിക്കും. നീ ഒന്ന് നിന്നെ പോയേ. തന്നെയാ. വെറുതെ തമാശ പറയില്ല നീ. ഞാൻ കിടന്നോട്ടെ. ചെല്ല്. നീ ഒന്ന് പോയേ. യുവ എന്തോ നോക്കി കട അങ്ങോട്ട് നോക്ക്. സാരമില്ല, വരുന്നില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോവാം. Greetings everyone. The impact of today's technology is unmeasurable. We use technologies everywhere, every time. These are all advantages and disadvantages of today's technology. Yeah, that's it.
താങ്ക് യു. സൂപ്പർ. നിനക്കെന്തെങ്കിലും